ഹലോ, എ വെരി വോം വെൽക്കം. നമ്മുടെ ചാനൽ ഇന്നൊരു പുതിയ സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്, നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുക എന്നതുള്ളത്. അപ്പോൾ കുട്ടികളുടെ നിരന്തരമായ റിക്വസ്റ്റ് പ്രമാണിച്ചാണ് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ മൃദുല ഗർഗിൻ്റെ ഹരി ബിന്ദി കഹാനിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഹരി ബിന്ദി ചാപ്റ്ററിൻ്റെ വിശദമായ വീഡിയോ ഹിന്ദി മലയാളവും ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡഡ് ആണ്. അപ്പോൾ അത് കാണാത്തവർ ദയവേത് ആദ്യം അത് കാണുക, ടെക്സ്റ്റ് വായിക്കുക, ആൻഡ് ദെൻ യു കം ടു ദ നോട്ട്സ് സെഷൻ. നോട്ട്സിൽ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ 10 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഹരി ബിന്ദി കഹാനി സ്ത്രീ മുക്തി की कहानी है, इस कथन की समीक्षा कीजिए. അല്ലെങ്കിൽ സെയിം മീനിങ് വരുന്ന ഒരു വേറെ ക്വസ്റ്റ്യൻ, നാരി വിമർശ് के परिप्रेक्ष्य में हरी बिंदी कहानी की വിവേചന കീജിയെ. ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ ഈ രണ്ട് ക്വസ്റ്റ്യൻ്റെയും മീനിങ് ഓൾമോസ്റ്റ് സെയിം ആണ്, സ്ത്രീ മുക്തി അല്ലെങ്കിൽ നാരി വിമർശ്. ഇത് രണ്ടും ബേസ് ചെയ്തുള്ള ഒരു എസ്സേ ആണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആപ്റ്റായിട്ട് പ്രതീക്ഷിക്കാവുന്നത്. साहित्य अकेडमी पुरस्कार से सम्मानित हिंदी साहित्य की बहुचर्चित कथाकार मृदुला गर्ग जी की कहानी हरी बिंदी निश्चित ही स्त्री मुक्ति की कहानी है. कहानी की मुख्य पात्र आज की आधुनिक नारी का प्रतिनिधित्व करती है. आज की स्त्री का सारा असंतोष इस बात को लेकर है कि मनुष्य के रूप में जो अधिकार पुरुषों के लिए सहज ही मान्य है उसे उनसे वंचित क्यों कर दिया. അപ്പോൾ ഇതൊരു നാരി വിമർശനെ സംബന്ധിച്ചുള്ള ഒരു സ്റ്റോറിയാണെന്നുള്ളത് വ്യക്തമാണ്. ഒരു സ്ത്രീക്ക് മാത്രം വേറെ നിയമം എന്തുകൊണ്ട്? അതാണ് ഈ കഥ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, സമൂഹത്തിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം. ജോ അധികാർ പുരുഷോ കെ ലിയെ സഹജ് ഹി മാന്യ ഹെ, പുരുഷന്മാർക്ക് വളരെ നിസ്സാരമായിട്ട് കിട്ടുന്ന സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല? അതാണ് ചോദ്യം. मृदुला गर्ग निश्चित रूप से नारी स्वतंत्रता की पक्षधर कथाकार हैं. हरी बिंदी कहानी में स्त्री एक व्यक्ति के रूप में आई है. सामान्य व्यक्ति की तरह ही उसकी आकांक्षाओं एवं अनुभूतियों को मृदुला जी ने व्यक्त किया है. അപ്പോൾ ഒരു നോർമൽ പേഴ്സണിനെ പോലെയാണ് സ്ത്രീ വന്നിരിക്കുന്നത്. പുരുഷന് ഉള്ള ആഗ്രഹങ്ങൾ പോലെ തന്നെ സ്ത്രീക്കും ആഗ്രഹങ്ങളുണ്ട്. അതാണ് ഈ സ്റ്റോറി റേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ. कहानी की जो नायिका है समस्त स्त्री जाति का प्रतिनिधित्व करती है, जो स्त्री और पुरुष के लिए अलग अलग नियम एवं कायदे का विरोध करती है. स्त्री के लिए अलग नियम, पुरुष के लिए अलग नियम, इसका विरोध इस कहानी में देखा जा सकता है. जो पुरुष सत्ता द्वारा स्थापित नैतिक अनुशासनों लक्ष्मण रेखाओं को पार कर अपना एक अलग पहचान बनाना चाहती है. പുരുഷ ദ്വാര ഇസ് സമാജ് മേ കൈ നൈതിക് അനുശാസൻ ഹെ. ഈ സമൂഹത്തിൽ പുരുഷന്മാർ തന്നെ സ്ഥാപിച്ചിട്ടുള്ള ചില റൂൾസ് ഉണ്ട്, റെഗുലേഷൻസ് ഉണ്ട്, ലക്ഷ്മൺ രേഖകളുണ്ട്. സ്ത്രീ അത് കടക്കാൻ പാടില്ല. അങ്ങനത്തെ ലക്ഷ്മൺ രേഖകളെ തകർക്കാനുള്ള ഒരു ശ്രമമാണ് ഈ കഥയിലൂടെ മൃദുല ഗർഗ് ഉദ്ദേശിക്കുന്നത്. തബി തോ ജബ് ഉസ്കാ പതി രാജൻ ജബ് ഷഹർ സെ ബാഹർ ചലാ ജാതാ ഹെ तो वह दाम्पत्य के उस अनजान घुटन से अपने आप को मुक्त पाती है. जिंदगी की छोटी छोटी खुशियों का आस्वादन वो उस दिन करती है जिसे अपने पति राजन की उपस्थिति में शायद वो न कर पाती. അപ്പോൾ രാജൻ്റെ പ്രസൻസിൽ അവൾക്ക് ചെയ്യാൻ പാടില്ലാത്ത, ചെയ്യാൻ പറ്റാത്ത ചെറിയ ചെറിയ അവിടെ ആഗ്രഹങ്ങൾ അവൾ അന്ന് സാധിക്കുകയാണ്. अतः अपने पति की अनुपस्थिति में वो अपने आप को समस्त सामाजिक बंधनों से मुक्त करती है. स्त्री मुक्ति का नया अध्याय रचती है, चाहे एक दिन के लिए ही सही. ज़िंदगी की छोटी छोटी खुशियाँ, जैसे अपनी मर्जी से उठना, अपनी मर्जी से सजना संवरना, अपनी इच्छा के अनुसार घूमना, पिक्चर देखना वगैरह वगैरह, ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ. തൻ്റെ ഇഷ്ടത്തിന് എണ്ണീക്കുക, തൻ്റെ ഇഷ്ടത്തിന് ഭക്ഷണം കഴിക്കുക, തൻ്റെ ഇഷ്ടത്തിന് ഡ്രസ്സ് ചെയ്യുക, തനിക്ക് ഇഷ്ടമുള്ളിടത്ത് പോവുക, അങ്ങനത്തെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ അവളന്ന് സാധിക്കുകയാണ്. വഹ അജ്നബി പുരുഷ് के साथ कॉफ़ी पीती है, यहाँ तक कि टैक्सी शेयर करती है और विदा भी होती है. ठीक वैसे ही अपना एक दिन गुजारती है जैसे अक्सर पुरुष गुजारते हैं. അപ്പോൾ അതിൽ പുതുമയൊന്നുമില്ല. നമുക്ക് കേൾക്കുമ്പോൾ വളരെ അത്ഭുതകരമായി തോന്നാം. പരിചയമില്ലാത്തൊരു പുരുഷനുമായിട്ട് കോഫി കുടിക്കുന്നു, സംസാരിക്കുന്നു, ടാക്സി ഷെയർ ചെയ്യുന്നു. പക്ഷേ ഈ ഒരു സ്റ്റോറി
ഒരു വളരെ കോൺട്രവേഴ്സ്യൽ സ്റ്റോറി ആയിരുന്നു. ഇൻഫാക്റ്റ് പിൻകാലത്ത് മൃദുല ഗർഗ് ഒരുപാട് കഥകളും നോവലുകളും എഴുതിയിട്ടുണ്ടെങ്കിലും ഷീ ഈസ് വെൽ നോൺ ഫോർ ഹർ സ്റ്റോറി ഹരി ബിന്ദി. കാരണം അതൊരു വളരെ റെവല്യൂഷണറി സ്റ്റോറി ആയിരുന്നു. ഒരു പുരുഷൻ സാമാന്യമായിട്ട് ജീവിക്കുന്ന പോലെ ഒരു സ്ത്രീ ഒരു ദിവസം ജീവിക്കുന്നു. ഇതാണ് അവരുടെ ഒരു മെസ്സേജ്. इस प्रकार मृदुला गर्ग अपनी कहानी हरी बिंदी के द्वारा स्त्री मुक्ति का नया इतिहास रचती है. संक्षेप में कहा जा सकता है कि मृदुला गर्ग नारी स्वतंत्रता की पक्षधर कथाकार हैं, जिन्हें समाज द्वारा स्त्री पर थोपे जाने वाले नियमों से सख्त विरोध है. സമൂഹം സ്ത്രീയുടെ മുകളിൽ മാത്രം ചില നിയമങ്ങൾ, ചില റൂൾസ്, റെഗുലേഷൻസ് അടിച്ചേൽപ്പിക്കുന്നു. അതിൻ്റെ എതിരെയുള്ള ഒരു സ്വരമാണ് ഈ കഥ. पुरुष प्रधान समाज के विरुद्ध एक नारी के विद्रोही मन को दर्शाती है यह कहानी. निश्चित रूप से हरी बिंदी एक मुक्त मन की ചേത്ത സ്ത്രീക്ക് കഹാനി ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരു ഫ്രീ മൈൻഡഡ് ആയിട്ടുള്ളൊരു സ്ത്രീയുടെ സ്റ്റോറിയാണ് ഹരി ബിന്ദി. അപ്പോൾ ഈ ഹരി ബിന്ദി കഹാനിയിൽ സ്ത്രീ മുക്തിക്ക് കഹാനി നോ ഡൗട്ട്. നാരി വിമർശാണ് ഇതിലുള്ളത്. അപ്പോൾ അതെല്ലാം ഈ രീതിയിൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എഴുതാം. നെക്സ്റ്റ് വിൽ ബി ഡിസ്കസിങ് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ, ദറ്റ് ഈസ് 5 മാർക്സ് ക്വസ്റ്റ്യൻ. हरी बिंदी कहानी की नायिका की मानसिकता पर प्रकाश डालिए. हरी बिंदी की नायिका की मानसिकता की സമീക്ഷ കീജിയെ. എനി വേസ് ഇരിക്കാൻ ഏത് രീതിയിലും അവർക്ക് ചോദിക്കാം. സെയിം മീനിങ് ആണ്. നായികയുടെ മാനസികത, ദാറ്റ് മീൻസ് ആ ലേഡിയുടെ മെൻ്റൽ ആറ്റിറ്റ്യൂഡാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് പ്രീവിയസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ്. 2019-ലും 2020-ലും സെയിം ടൈപ്പ് ചോദിച്ചിട്ടുണ്ട്. हरी बिंदी कहानी की नायिका आज की आधुनिक नारी का प्रतिनिधित्व करती है. वो अपने दाम्पत्य जीवन के घुटन से परेशान है. दाम्पत्य ജീവിതത്തിലെ ഒരു അദൃശ്യമായ ഒരു വീർപ്പുമുട്ടൽ, उससे वो परेशान है. अपनी इच्छा से, सुकून से, अपने मनचाहे ढंग से वो जीना चाहती है. അവൾ ആരെയും ദ്രോഹിക്കാനല്ല, അവളുടെ ആഗ്രഹപ്രകാരം സമാധാനത്തോടുകൂടി അവൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. नारी मन की मानसिकता ही स्पष्ट रूप से नायिका की मानसिकता में झलकता है. അപ്പോൾ സ്ത്രീകളുടെ ഒരു മെൻ്റൽ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഈ ഒരു നായികയിലും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇൻഫാക്റ്റ് ഈ നായികയ്ക്ക് പേര് കൊടുത്തിട്ടില്ല ലേഖിക, ബിക്കോസ് ഷീ റെപ്രസെൻറ്റ്സ് ദ ഹോൾ ഫീമെയിൽ ഗ്രൂപ്പ്. അതുകൊണ്ടാണ് ഒരു പേരിൽ ഒതുക്കാത്തത്. ഈ നായിക എല്ലാ സ്ത്രീകളെയും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഉസ്കാ സാരാ അസന്തോഷ് ഇസ് ബാത് കോ ലേക്കർ ഹൈ कि मनुष्य के रूप में जो स्वातंत्र्य और अधिकार पुरुषों के लिए सहज ही मान्य है, वो स्त्रियों के लिए क्यों नहीं. ഒരു മനുഷ്യൻ എന്ന രൂപത്തിൽ പുരുഷന്മാർക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യവും അവകാശങ്ങളും എല്ലാം അവർക്ക് വളരെ സിമ്പിളായിട്ട് കിട്ടുന്നു. സെഹജ്, വളരെ സിമ്പിളായിട്ട് കിട്ടുന്നു. സ്ത്രീകൾക്ക് അതൊക്കെ നേടിയെടുക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം സമൂഹവും ദാമ്പത്യവും ജീവിതവും എല്ലാം അവരുടെ മുകളിലൊരു കുറേ നിബന്ധനകൾ, കുറേ റൂൾസ്, കൂടുതലും ഇത് ചെയ്യാൻ പാടില്ല എന്നതാണ് കൂടുതലും റൂൾസിൽ ഉള്ളത്. ഉസ് സ്വാതന്ത്ര്യ സേ മാത്ര സ്ത്രീ ഹി വഞ്ചിത് ക്യോ. संक्षेप में कहें तो स्त्री भी पुरुष की तरह ही जीवन को मनचाहे ढंग से जीने की हकदार है. या फिर कहें जीवन को मनचाहे ढंग से जीने की ललक स्त्री के भीतर भी उतनी ही है जितनी पुरुष में. തൻ്റെ ആഗ്രഹം അനുസരിച്ച് ജീവിക്കാനുള്ള ആഗ്രഹം, ആ ഒരു അതിയായ ആഗ്രഹം പുരുഷൻ്റെ മനസ്സിലുള്ളതുപോലെ തന്നെ സ്ത്രീയുടെ മനസ്സിലുണ്ട് എന്ന് സ്ഥാപിക്കുകയാണ് ഈ ഹരി ബിന്ദി കഥയിലൂടെ നമ്മുടെ എഴുത്തുകാരി മൃദുല ഗർഗ്. यही स्त्री मानसिकता हरी बिंदी की नायिका की मानसिकता में स्पष्ट झलकता है. ഹരി ബിന്ദിയിലെ മെയിൻ ക്യാരക്ടർ, ആ നായികയിലെ മാനസികത, അവരുടെ മെൻ്റൽ ആറ്റിറ്റ്യൂഡ് ഇതാണ്. എന്താണ്? സ്ത്രീക്കും പുരുഷനെ പോലെ തന്നെ ഒരു മനുഷ്യനെ പോലെ സ്വതന്ത്രമായിട്ട് ജീവിക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഉള്ള അവസരം കിട്ടണം. അതെന്തുകൊണ്ട് നിഷേധിക്കപ്പെടുന്നു? Now we will move on to very short answer type question, that is 3 marks question. राजन के दिल्ली चले जाने पर हरी बिंदी की नायिका क्यों खुशी का अनुभव करती है? 2020 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. രാജൻ കെ ദില്ലി ചലെ ജാനെ പർ ഹരി ബിന്ദി കി നായിക ക്യോं खुश हो जाती है. സെയിം ക്വസ്റ്റ്യൻ ഡിഫറെൻറ്റ് വേർഡിങ്സിൽ വന്നിട്ടുണ്ട്. 2019-ലും ഉണ്ടായിരുന്നു, 2020-ലും ഉണ്ടായിരുന്നു. हरी बिंदी की नायिका अपने दाम्पत्य जीवन में घुटन का अनुभव करती है.
उसे इस बात का एहसास होता है कि अपने पति राजन की उपस्थिति में वो अपनी ज़िंदगी अपनी इच्छा के अनुसार नहीं जी पाएगी. ഹസ്ബൻഡ് രാജൻ്റെ പ്രസൻസിൽ അവൾക്കിഷ്ടമുള്ള രീതിയിലുള്ള ജീവിതം അവൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഫീലിംഗ് അവൾക്ക് ഉണ്ട്. अतः राजन के दिल्ली चले जाने पर वह खुशी का അനുഭവ് करती है. അതുകൊണ്ട് ഒരു ദിവസം ഹസ്ബൻഡിൻ്റെ ആബ്സെൻസ് കിട്ടിയപ്പോൾ അതങ്ങ് ആഘോഷിക്കാൻ തന്നെ അവൾ തീരുമാനിക്കും. इसीलिए वो खुश हो जाती है. खुशी का अनुभव इसीलिए उसे होता है. जो परतंत्र है उसे जब स्वतंत्रता मिलती है तो वो नेचुरली खुश होगी അല്ലേ. സ്വാതന്ത്ര്യം കിട്ടുന്നവർ, ഇപ്പോൾ സ്വാതന്ത്ര്യം ഇല്ലാത്തവർക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നാച്ചുറലി അവർ ഹാപ്പി ആവും. कम से कम एक दिन तो अपनी मर्जी के अनुसार जी पाएगी. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവിടെ ആഗ്രഹം അനുസരിച്ച് അവൾക്ക് ജീവിക്കാൻ പറ്റുമല്ലോ. അതാണ് രാജൻ ദില്ലി പോയപ്പോൾ അവൾ ഹാപ്പി ആവുന്നത്. नेक्स्ट क्वेश्चन, राजन की अनुपस्थिति में हरी बिंदी की नायिका क्या क्या करती है. ഇനിയും ഹസ്ബൻഡിൻ്റെ ആബ്സെൻസിൽ എന്തൊക്കെയാണ് ആ സ്ത്രീ ചെയ്യുന്നത്. अपने पति राजन की अनुपस्थिति में हरी बिंदी की नायिका अपनी मर्जी से उठती है, अपनी मर्जी से साज श्रृंगार करती है, जहांगीर आर्ट गैलरी देख आती है, अपनी पसंद का भोजन रेस्तरां में खाती है, अपनी पसंद का पिक्चर देखती है और वहाँ मुलाकात हुए अजनबी पुरुष के साथ रेस्तरां में कॉफ़ी पीती है. उसी अजनबी के साथ टैक्सी शेयर कर घर लौट आती है. അപ്പോൾ ഇത് കുറേ വർഷം മുമ്പേ എഴുതിയ ഒരു സ്റ്റോറിയാണ് കേട്ടോ. അവരുടെ ഒരു ഏർലി പീരീഡിലെ സ്റ്റോറിയാണ്. മൃദുല ഗർഗിൻ്റെ റൈറ്റിങ്സിൽ ഒരു ഏർലി സ്റ്റോറിയാണിത്. അന്നത്തെ കാലത്ത് 90s-ലും 80s-ലും ഒക്കെ ഇങ്ങനെ ലേഡീസ് ഒറ്റയ്ക്ക് റെസ്റ്റോറാൻ പോവുക, ഒറ്റയ്ക്ക് പിക്ചർ കാണാൻ പോവുക, ഇപ്പം പോസിബിളാണ്. ഇപ്പം അതൊക്കെ പോസിബിളാണ്, നമുക്കറിയാം, നമ്മൾ എൻജോയ് ചെയ്യുന്ന ഫ്രീഡം. പക്ഷേ അന്ന് അങ്ങനെയൊന്നും സ്ത്രീകൾക്ക് സങ്കല്പിക്കാൻ കൂടി പറ്റില്ലായിരുന്നു. ഇന്നും നമ്മുടെ ഉൾപ്രദേശങ്ങളിലെ ഹൗസ് വൈഫ്സിനും ഗ്രാമങ്ങളിലെ സ്ത്രീകൾക്കൊന്നും ഇതൊക്കെ സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു ഫ്രീഡമാണ്. സോ ജിന്ദഗി കി ഛോട്ടി ഛോട്ടി ഖുഷിയാ, ലൈക്ക് അപ്നി മർജി സെ ഉഠ്ന, തൻ്റെ സമയം എടുത്ത് എണീക്കുക, തനിക്കിഷ്ടമുള്ള ഭക്ഷണം റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓർഡർ ചെയ്യുക, തനിക്കിഷ്ടമുള്ള സിനിമ കാണുക, തനിക്കിഷ്ടമുള്ള ആർട്ട് ഗാലറി കാണുക, ഇതൊക്കെ തന്നെയാണ് ഹരി ബിന്ദി കി നായിക ചെയ്തത്. മര്യാദ കാ ഉല്ലംഘൻ വോ കഭി नहीं करती. അജ്നബി സെ മിൽത്തി ഹൈ ലേക്കിൻ മിൽക്കർ ബിഛുഡ് ബി ജാത്തി ഹൈ. അതിനൊരു വേറെ ആംഗിളിൽ ഒന്നും തന്നെ അവിടെ സംഭവിക്കുന്നില്ല. मैंने आज से पहले, नेक्स्ट क्वेश्चन, मैंने आज से पहले किसी को हरी बिंदी लगाए नहीं देखा. यह प्रसंग किस रचना का है? यह प्रसंग कौन किससे कहता है? നെക്സ്റ്റ് ഒരു പ്രൊബബിളി ചോദിക്കുന്ന ചോദ്യം ഇതേപോലത്തെ അനോട്ടേഷൻ ടൈപ്പ് സെൻറ്റൻസ് തന്നിട്ട്, ചാപ്റ്ററിനുള്ളിലെ സെൻറ്റൻസ് തന്നിട്ട് ആരോട് പറഞ്ഞു, അത് യൂഷ്വലി 3 മാർക്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പം मैंने आज से पहले किसी को हरी बिंदी लगाई नहीं देखा. यह प्रसंग किस कहानी की है? हरी बिंदी कहानी की है. कौन किससे कह रहा है? अजनबी पुरुष है जो हरी बिंदी की नायिका से विदा लेते वक्त कहता है. उसे लगा जीवन में पहली बार वह ऐसे इंसान के साथ बैठी है जो यह नहीं जानना चाहता कि उसके पति हैं या नहीं. यह प्रसंग किस रचना का है? इसका रचनाकार कौन है? 2019 ചോദിച്ചൊരു ചോദ്യമാണ്. यह प्रसंग हरी बिंदी कहानी की है और रचनाकार हैं सशक्त महिला लेखिका मृदुला गर्ग. ओके. और മൃദുല ഗർഗ് की പ്രസിദ്ധ കൃതിയാണ്. നാച്ചുറലി എല്ലാ ഓതറിൻ്റെയും 2-3 രചനകളുടെ പേരെങ്കിലും പഠിച്ചിരിക്കണം. അപ്പം നിങ്ങൾക്ക് ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് തന്നെ ദുനിയാ കാ കായദ, ടുക്കട ടുക്കട ആദ്മി, ഷെഹർ കെ നാം, ഗ്ലേഷ്യർ സേ എക്സെട്ര. ഓക്കെ. സോ ഈ നോട്ട്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയും ചാനലിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിൽ ഞാൻ ഓരോ ചാപ്റ്ററിൻ്റെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഒരു കാര്യം കൂടെ പറയാം, ഇത് അന്തിമമല്ല. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ, നിങ്ങളുടേതായ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ജെന്യൂനായിട്ട് എഴുതുന്നതാണ് നല്ലത്. പിന്നെ റിപ്പീറ്റഡ് റിക്വസ്റ്റ് വന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഇത് ട്രൈ ചെയ്യുന്നതേ ഉള്ളൂ. ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ എക്സാംസ്.